പ്രിയപ്പെട്ട എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊരു ചൂടാണല്ലേ. എങ്കിലും ഈ വെയിലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ മധുര സ്വപ്നങ്ങളിലേക്കും ജയലക്ഷ്മിയിലേക്ക് പോയാലെന്ന് വിചാരിച്ചു. ഒരു കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ ഷോപ്പിംഗ് പൊതുവേ ആമ്പിള്ളേർക്ക് ഭയങ്കര മടുക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ അച്ഛനും കൊച്ചുമോനും കൂടെ ഞങ്ങളുടെ കൂടെ ഷോപ്പിംഗ് കഴിയുന്നിട വരെ ക്ഷമയോട് നിന്ന് സാരിയുടെ കളക്ഷൻ സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി. അമ്മതി ഒരു സാരിയൊക്കെ ആയിട്ട് വെച്ച് നോക്കുന്നുണ്ട്. ഞാനും അവിടെ കൂടെ പരുതി തിരിഞ്ഞ് നടന്നു. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നിട്ട്. അപ്പോൾ കുറേ നാളുകൾ അല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജയലക്ഷ്മിയിലേക്ക് വരുന്നത്. ഈ സാരി ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രിയാനും അവിടെ സാരിയൊക്കെ എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഈ ബ്ലാക്ക് കോട്ടൺ സാരിയും പുതിയ വന്ന കളക്ഷനിലുള്ള ഒരു ചന്തേരി ബനാറസി പീച്ചി പിങ്ക് ഷെയ്ഡിലുള്ള സാരിയാണ് അമ്മയ്ക്ക് സെലക്ട് ചെയ്തത്. അമ്മയുടെ അച്ഛൻ്റെ വകയായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ഒരു ഡ്രസ്സും കിട്ടിയില്ല. എന്തായാലും വന്നല്ലേ, എന്നാൽ പിന്നെ അടുത്ത ഫ്ലോറിലൂടെ കയറിയിട്ട് ചുമ്മാ കാര്യങ്ങളൊക്കെ കണ്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കറങ്ങി നടന്നു. പിന്നീട് ഞങ്ങൾ നേരെ താഴെ പോയി റിസപ്ഷനിൽ ചെന്നിട്ട് ബില്ലൊക്കെ അടച്ചിട്ടിരിക്കുമ്പോഴേക്കും ഞാനും പ്രിയാനോടെ വീണ്ടും ചുറ്റിത്തിരിഞ്ഞ് നടന്നു. പ്രിയാൻ അവിടുത്തെ അമ്പായിനെ കണ്ടിട്ട്, അതായത് നമ്മുടെ ഗണപതി ഭഗവാനെ കണ്ടിട്ട് ആന ആന എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗണപതിയാണ്, ഗണപതി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ കത്തിക്കരിയുന്ന സൂര്യനോടൊപ്പം കത്തിക്കാളുന്ന വിശപ്പോയി ഞങ്ങൾ തൊട്ടടുത്ത കടയിലേക്ക് കയറി ഒരു കുഴിമന്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞ ഊബർ ചേട്ടനെ അനുസരിച്ച് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേക്കും റാപ്പിഡോ ആപ്പ് വഴിയാണ് ക്യാബ് ബുക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഫെയർ വളരെ കുറച്ചായിരുന്നു. അതായത് ഇങ്ങോട്ട് വരുന്നതിനേക്കാളും പകുതി ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താങ്ക്സ് ചേട്ടന് പ്രത്യേകിച്ച്. അച്ഛാ യാത്രയ്ക്ക് കൊണ്ടുപോയത് കാരണം പറയാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അമ്മമ്മയും കൊച്ചുമാനോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പടക്കം പൊട്ടിക്കുന്നത് എങ്ങനെയാ? കുട്ടിപ്പോ കാടിനെ കണ്ട പേടിക്കോ? അപ്പോൾ ജയലക്ഷ്മിയിലേക്കുള്ള ഈ ഷോപ്പിങ്ങിന് കാരണം അമ്മയുടെ അച്ഛൻ്റെ 45th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു. ഇത് അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആൽബം ആണ്. ഫോട്ടോസൊക്കെ കുറച്ച് മാഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ ഗൂഗിൾ ജെമിനി ചേച്ചിയുടെ സഹായത്തോടെ ഇടി അത് ശരിയാക്കി അമ്മേനെ കാണിച്ചേട്ടാ. പിന്നെ മിസ്റ്റർ ലിനിയുടെ വക ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. മിസ്റ്റർ ലിനി എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ലിനിയുടെ ഫ്രണ്ട്സാണ് കേക്ക് അവിടെ കൊണ്ടുവന്നത്. പാവങ്ങൾ അവർ ആ 12 മണിയാകാൻ വേണ്ടി കാത്തിരുന്നിട്ട് കൊണ്ടു തന്നപ്പോൾ വളരെ സന്തോഷമായി. നമുക്കൊരു കുഞ്ഞു കാര്യങ്ങളായാലും ഒരു കുഞ്ഞു മുട്ടായാലും സർപ്രൈസായിട്ട് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് അല്ലേ. പിന്നെ വൈകുന്നേരം അമ്പലത്തിലൂടെ പോയി ഞങ്ങൾ അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്കായാലും പിന്നെ എൻ്റെ ബർത്ത്ഡേക്കായാലും വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ, ടേക്ക് കെയർ.